അശ്വിൻ പാലാഴി കൂടി ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. അശ്വിൻ, അങ്ങനെ രാജിയിലേക്ക്, കൂട്ടരാജിയിലേക്ക് അമ്മ എത്തുമെന്ന് കരുതുന്ന ഒരു സാഹചര്യം അത് ഏത് നിലയ്ക്ക് രൂപപ്പെട്ടു എന്നാണ് കരുതേണ്ടത് അശ്വിൻ? ഈ വാർത്ത തുടക്കം മുതൽ പിന്തുടർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അശ്വിൻ. ഉന്മേഷ്, എന്തായാലും ഈ രാജി എന്നുള്ള തീരുമാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമ്മയിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു കൂട്ടരാജി എന്നുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയാണ്. മോഹൻലാൽ ഈ സംഭവങ്ങളിൽ വളരെ അതൃപ്തനായിരുന്നു. അദ്ദേഹം അത് സംഘടനയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ അതൃപ്തി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ ചില മുതിർന്ന താരങ്ങളോട് താൻ സംഘടനയിൽ നിന്ന് ഒഴിയുകയാണ്, നിലവിലെ സാഹചര്യത്തിൽ ഈ സംഘടന നേതൃത്വത്തിൽ തുടരാനാവില്ല എന്ന വിവരം അറിയിച്ചിരുന്നു. അത് അറിഞ്ഞതോടുകൂടിയാണ് അമ്മയിൽ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തത്. അതിന് പിന്നാലെയാണ് ഈ ബാബുരാജ് എടുത്ത് കൂടി കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടുകൂടി നിക്കക്കള്ളിയില്ലാത്ത സാഹചര്യത്തിലേക്ക് അമ്മ നീങ്ങുകയായിരുന്നു. അതിന് പിന്നാലെയാണ് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം വാട്സപ്പ് വീഡിയോ കോളിൽ ചേരാൻ തീരുമാനമായത്. അങ്ങനെ എക്സിക്യൂട്ടീവിലെ 17 പേരിൽ 14 പേരാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വാട്സപ്പ് വീഡിയോ കോൾ വഴി പങ്കെടുത്തത്. അതിലാണ് മോഹൻലാൽ ഈ തീരുമാനങ്ങൾ അറിയിച്ചത്. അതിന് പിന്നാലെ മറ്റംഗങ്ങൾ കൂടി രാജി വെക്കണം എന്നുള്ള ആവശ്യം മോഹൻലാൽ തന്നെ മുന്നോട്ട് വെച്ചു. എന്തായാലും വലിയ പ്രതിസന്ധികൾക്കൊടുവിലാണ് കൂട്ടരാജിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഇനി എന്താണ് നമുക്ക് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.